നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 15 വ്യാഴാഴ്ചയാണ്. കർക്കടകം 31-ാം തീയതി. രാജ്യം ഇന്ന് 78-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. രാജ്യ തലസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിലും വിപുലമായ പരിപാടികളാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. രാജ്യം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം. രാവിലെ 7:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. ശക്തമായ സുരക്ഷാ വലയത്തിലാണ് ഡൽഹിയും കശ്മീരും. വികസിത ഭാരതം അറ്റ് 2047 എന്ന പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എങ്ങനെയാണ് കാര്യങ്ങൾ? 7:30 ആകുമ്പോഴേക്കും രാജ്യം മുഴുവൻ ഈ ദിനാഘോഷം കൊണ്ടാടുകയാണല്ലേ? തീർച്ചയായിട്ടുമാണ് സ്മിത. നമ്മളെ സംബന്ധിച്ച് 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക എന്നുള്ളത് ഏതൊരു ഭാരതീയനെയും സംബന്ധിച്ച് വലിയ ആത്മാഭിമാനം നൽകുന്ന ഒരു സമയമാണ്. നമ്മുടെ ധീരദേശാഭിമാനികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായിട്ടുള്ള സമരം ലോകത്ത് ഇതുവരെ നടന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ, സമര ചരിത്രങ്ങളിൽ വ്യത്യസ്തമായിട്ട് സമാധാനം മുന്നിൽ വെച്ചുകൊണ്ട്, അഹിംസ മുന്നിൽ വെച്ചുകൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ വീര സമരം അത് വിജയിച്ച ദിവസം കൂടിയാണ് ഈ സ്വാതന്ത്ര്യ ദിനം എന്നുള്ളത്. അങ്ങനെ ജനാധിപത്യത്തിന്റെ പുതിയ സൂര്യോദയത്തിലേക്ക് ഇന്ത്യ വന്ന ആ ദിവസം, അത് 78 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് രാജ്യം ആഘോഷിക്കുന്ന ഈ ദിവസത്തിന്റെ പ്രത്യേകത. വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് രാജ്യത്തെ എല്ലായിടങ്ങളിലും സംഘടിപ്പിച്ചിട്ടുള്ളത്. ദേശീയ തലത്തിൽ ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ആണ്. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. 7:30യോടുകൂടിയായിരിക്കും അദ്ദേഹം ഈ ചെങ്കോട്ടയിലെത്തി പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. അദ്ദേഹം അതിനു മുൻപായി തന്നെ യുദ്ധസ്മാരകത്തിലും ഒപ്പം നമ്മുടെ രാഷ്ട്രപിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിലും എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷമായിരിക്കും ഈ ചെങ്കോട്ടയിലേക്ക് എത്തുന്നത്. മുൻ വർഷങ്ങളെ പോലെ തന്നെ ഇത്തവണ കാലാവസ്ഥ പ്രതികൂലമാണ്, മഴ പെയ്യും എന്നുള്ള മുന്നറിയിപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു എങ്കിൽ പോലും മുൻ പതിവനുസരിച്ച് ഉള്ള എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും ഇതിനകം ചെങ്കോട്ടയിൽ ഒരുക്കി കഴിഞ്ഞു. സ്മിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട്. ആ സുരക്ഷാ സംവിധാനങ്ങൾക്ക് എല്ലാം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. പ്രധാനമന്ത്രി 7:30യോടുകൂടി ഇവിടേക്ക് എത്തിച്ചേരും. പ്രധാനമന്ത്രി എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തെ ഇത്തവണത്തെ ഏകോപന ചുമതല നമ്മുടെ നാവികസേനയ്ക്കാണ്. കമാൻഡർ അരുൺകുമാർ മേത്തയുടെ നേതൃത്വത്തിലാണ് ഈ ഏകോപന ചുമതല നാവികസേന നിർവഹിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി വന്ന് ഇറങ്ങുമ്പോൾ കര, നാവിക, വ്യോമ സേനയുടെ ഓരോ ഉദ്യോഗസ്ഥർ 24 മറ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകും. ആ ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം ഈ ചെങ്കോട്ടയുടെ മുകളിലേക്ക് എത്തുക. അവിടെയാണ് അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഈ പ്രസംഗ പീഠത്തിലേക്ക് എത്തുന്നതും അതിനു മുൻപായി അദ്ദേഹം ദേശീയ പതാക ഉയർത്തുന്നതും രാജ്യത്തെ സംബന്ധിച്ച് അഭിമാന നിമിഷത്തിന് നമ്മൾ 78ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളിലേക്ക് കടക്കാനായി കാത്തിരിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് രാജ്യം കടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 11ാമത്തെ തവണയാണ് ഇത് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് പോകുന്നത്. ഇതടക്കമുള്ള ചരിത്ര പ്രധാനമുള്ള നിമിഷം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ നിമിഷത്തിന് കാത്തിരിക്കുകയാണ് രാജ്യം. എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ആഘോഷ പരിപാടികൾ വിപുലമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടങ്ങളിലുള്ള ആഘോഷ പരിപാടികൾക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ജമ്മുകശ്മീരിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും 370 അനുച്ഛേദം റദ്ദാക്കിയതിനു ശേഷം വലിയ വിപുലമായിട്ടാണ് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ശ്രീനഗറിലും ജമ്മുവിലും അടക്കം നടക്കുന്നത്. എല്ലായിടങ്ങളിലും ഇത്തവണയും വിപുലമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ പശ്ചാത്തലത്തിൽ സമീപ നാളുകളിലുണ്ടായ ഈ ഭീകരാക്രമണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും മഹാരാഷ്ട്രയിൽ മുംബൈയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളായിരിക്കും നടക്കുക. വികസിത ഭാരതം എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഇത്തവണ മുന്നോട്ട് വെക്കുന്നത്. രാജ്യം 2047 വികസിതമാകും എന്ന സന്ദേശം നൽകുന്ന വിധത്തിൽ മൂന്നാമത് ലോകത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം വളർന്നത് അടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശം നൽകിക്കൊണ്ടാകും ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ. ഏതായാലും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിന ആഘോഷത്തിലേക്ക് കടക്കാനായി പോവുകയാണ്. പ്രധാനമന്ത്രി 7:30 ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. നമ്മുടെ പ്രേക്ഷകർ പലരും ചോദിക്കുന്നുണ്ട്, ഇന്ന് 77 78 സ്വാതന്ത്ര്യദിനത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനമാണ് ഇന്ന്. 77 വർഷങ്ങൾ കഴിയുന്നു നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട്. ആ ഒരു കൺഫ്യൂഷൻ വളരെ കുറച്ച് ദിവസങ്ങളായി അത് എല്ലാവരും പറയുന്നതാണ്. അതുകൊണ്ട് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി അത് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്വാതന്ത്ര്യ സമരകാലത്ത് 5 തവണയാണ് മഹാത്മാഗാന്ധി കേരളത്തിലെത്തിയത്. 1934 കണ്ണൂരിലെ പയ്യന്നൂരിലെത്തിയ മഹാത്മാഗാന്ധി സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു മാവ് നട്ടാണ് മടങ്ങിയത്. ഓർമ്മകൾ പൂവിട്ട് തലമുറകൾക്ക് മധുരഫലം നൽകുന്ന മാവ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ പതാക വാനോളം ഉയർത്തിപ്പിടിച്ച പയ്യന്നൂരിന്റെ മണ്ണിൽ മഹാത്മാഗാന്ധി നട്ട മാവാണിത്. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം, ഉപ്പു സത്യാഗ്രഹ പോരാട്ടം, ചരിത്രകഥകൾ ഏറെ പറയാനുണ്ട് പയ്യന്നൂരിന്. വർഷം 1934. സ്വാതന്ത്ര്യസമരം സർവ്വവീര്യവും പൂണ്ടകാലം. പയ്യന്നൂരിലെ ശ്രീനാരായണ വിദ്യാലയത്തിൽ ഗാന്ധിയെത്തി. വരവിൻ്റെ ഓർമ്മയ്ക്കായി നട്ടതൊരു മാവ്. മഹാത്മാവിൻ്റെ ഓർമ്മകൾക്കിവിടെ ഹരിത സുഗന്ധം. ഇവിടെ സ്വാമി ആനന്ദതീർത്ഥർ സ്ഥാപനമാണ് ശ്രീനാരായണ വിദ്യാലയം. അദ്ദേഹത്തിൻ്റെ ഗുരു ശ്രീനാരായണ ഗുരുവും ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊണ്ടുവന്നു. അപ്പോൾ ഗാന്ധിജി കേരളത്തിൽ ഹരിജൻ ഫണ്ട് ധനശേഖരണാർത്ഥം കേരളത്തിൽ വന്നപ്പോൾ സ്വാമിജി ആവശ്യപ്രകാരം ഇവിടെ വന്നു. ഈ ആശ്രമത്തിൽ വന്നപ്പോൾ ഇവിടെ നട്ടിട്ടുള്ള മാവാണിത്. 1934 ജനുവരി 12 ഈ മാവ് നട്ടിട്ടുള്ളത്. അന്ന് ആ മാവ് അന്നും ഇന്നും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ സംരക്ഷിച്ച് എന്നെന്നും ഓർമ്മകളിൽ പച്ച പിടിച്ച് എന്നെന്നും നിലനിൽക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവരും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിന് പിന്നാലെ ചിതാഭസ്മവും മാവിൻ ചുവട്ടിൽ സ്ഥാപിച്ചു. 90 വർഷമാകുന്ന ഓർമ്മകളുടെ മരം. കാലങ്ങളുടെ മധുരം പകർന്ന് ഇപ്പോഴും കായ്ഫലമേകുന്ന പേര് ശരിവയ്ക്കുന്ന ഗാന്ധിമാവ്. 9 പതിറ്റാണ്ടിനിപ്പുറവും പിന്തുടർച്ചയുടെ തളിർ. വിത്തുകളെല്ലാം ഇനിയും മുളച്ച് മധുരമാകട്ടെ. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഇന്ന് രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കും. വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിക്കും. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനമുണ്ടാകും. നിയമസഭാ അങ്കണത്തിൽ സ്പീക്കർ AN ഷംസീർ രാവിലെ 9 മണിക്ക് ദേശീയ പതാക ഉയർത്തും. നിയമസഭാ സമുച്ചയത്തിൽ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, KR നാരായണൻ എന്നീ നേതാക്കളുടെ പ്രതിമകളിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. രാജ്ഭവനിൽ രാവിലെ 9:30 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ഗവർണർ നടത്തുന്ന അറ്റ് ഹോം ചായ സൽക്കാരം ഒഴിവാക്കി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. 231 മൃതദേഹങ്ങളും 210 ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ കണ്ടെത്തിയത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള വയനാട് ജില്ലയിലെ ആഘോഷ പരിപാടികളും പരേഡും ഒഴിവാക്കി. ചൂരൽമലയിൽ നിന്ന് തനേഷ് തമ്പി ചേരുന്നുണ്ട്.
തനേഷ്, അവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ആഘോഷങ്ങൾ ഒന്നും തന്നെ മനസ്സിലേക്ക് കടന്നു വരില്ലെന്നറിയാം. നമ്മുടെ ഈ സംസ്ഥാനം സത്യം പറഞ്ഞാൽ ഈ ദിവസം ഈ ആഘോഷങ്ങളെക്കാൾ ഉപരി ഈ ദിനത്തിൽ അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും തന്നെയാണ് ഓർക്കുന്നത്. ഇന്ന് തിരച്ചിൽ എങ്ങനെയാണുള്ളത്? ഇന്നിപ്പോൾ വയനാട്ടിൽ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളെല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. സ്മിത, ഔദ്യോഗിക കണക്കനുസരിച്ച് ഇനിയും 124 പേരെയാണ് കണ്ടെത്താനുള്ളത്. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെയും നടന്നിരുന്നു, ഇന്നും അത് തുടരും എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം 6 സംഘങ്ങളായിട്ടാണ് ഓരോ ദിവസവും വിവിധ മേഖലകളിൽ പരിശോധന നടത്തുന്നത്. ഇതിൽ ഓരോ പ്രദേശത്തും ഇതിനോടകം തന്നെ 2 തവണ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഏതാണ്ട് എല്ലായിടത്തും 2 തവണ പരിശോധന പൂർത്തിയാക്കി. ഇനി എവിടെയെങ്കിലും സംശയം ആളുകൾ പ്രകടിപ്പിച്ചാൽ അവിടെയായിരിക്കും പ്രധാനമായും ഈ പരിശോധനകൾ നടക്കുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ കാര്യമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചാലിയാറിൽ നടത്തിയ പരിശോധനയിലും അതുപോലെ തന്നെയാണ്, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാവുന്നതിനേക്കാൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്, സേനാ വിഭാഗങ്ങളായാലും മറ്റ് സന്നദ്ധ സംഘടന പ്രവർത്തകരായാലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നും അതുപോലെ തന്നെ വളരെ പരിമിതമായ ആളുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ 231 മൃതദേഹങ്ങളും 210 ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഈ മുണ്ടക്കൈ ചുരൽമല പ്രദേശങ്ങളിൽ 26 ടീമുകളിലായി 191 സന്നദ്ധ പ്രവർത്തകരാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നും ഏതാണ്ട് അത്ര തന്നെ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലായിടത്തും വ്യാപകമായ പരിശോധനയല്ല, മറിച്ച് സംശയമുള്ള ഇടങ്ങളിൽ മാത്രം. ഇന്നലെ നമുക്ക് ഇവിടെ കാണുന്ന ഈ വെള്ളാർമല സ്കൂളിന്റെ പുറകിലുള്ള ഒരു വീട്ടിൽ തകർന്നു വീണ ഒരു വീടിന്റെ അടിയിൽ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു സംശയത്തെ തുടർന്ന് കുറച്ച് നേരം അവിടെ പരിശോധന നടത്തിയിരുന്നു, പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രേഖകൾ നഷ്ടപ്പെട്ട ആളുകൾ, സർട്ടിഫിക്കറ്റുകൾ ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക അദാലത്ത് നാളെ നടക്കുന്നുണ്ട്. അതിനു മുൻപ് ഈ തകർന്നു കിടക്കുന്ന വീടുകളിൽ അവരുടെ സർട്ടിഫിക്കറ്റുകളോ രേഖകളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള സൗകര്യം സംസ്ഥാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതായത് അവർക്ക് ആ വീടുകളിലെത്തി ആ രേഖകൾ തിരികെ എടുക്കാം. ഉച്ചയ്ക്ക് 12 മണിയാണ്. കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഉച്ച കഴിയുമ്പോൾ അതിശക്തമായ മഴ, അത് ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ 12 മണി വരെയുള്ള സമയത്ത് ഈ ക്യാമ്പുകളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇവിടെ എത്തി അത്തരം സർട്ടിഫിക്കറ്റുകൾ എടുക്കാം. അതിന് സന്നദ്ധ പ്രവർത്തകരുടെ സഹായവും അവർക്ക് ഉണ്ടാകും. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഇപ്പോഴും ഈ ഒരു പ്രദേശം മുക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം ആദ്യത്തെ ദിവസങ്ങളിലെ അതുപോലെ അല്ല, അതിനേക്കാൾ കുറച്ചുകൂടി അതിന്റെ ഒരു തീവ്രത കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഓരോ പ്രദേശങ്ങളിലും നേരത്തെ സൂചിപ്പിച്ച പോലെ 2 തവണയൊക്കെ പരിശോധന നടത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി അവിടെ എന്തെങ്കിലും കണ്ടെത്താനുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള സംശയം ഉണ്ട്. എങ്കിലും ആളുകൾ ആരെങ്കിലും വന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഇന്ന പ്രദേശത്ത് സംശയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുന്നുമുണ്ട്. എന്തായാലും ഇന്ന് 8 മണിക്ക് തന്നെ സംഘാംഗങ്ങൾ ഇവിടെ എത്തും. ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളും ഫയർഫോഴ്സും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 8 മണിക്കായിരിക്കും ഇവർ സംഘങ്ങളായി തിരിഞ്ഞ് ഈ ദുരന്ത മേഖലകൾക്കകത്തേക്ക് പ്രവേശിക്കുക. ഇവിടെ നിന്ന് പുഞ്ചിരിമട്ടം വരെയുള്ള, വളരെ അകലെയാണ് അത്, ഇവിടുന്ന് ഏതാണ്ട് 5 കിലോമീറ്ററോളം അപ്പുറത്താണ്. പുഞ്ചിരിമട്ടം വരെയുള്ള ദൂരത്ത് ആണ് ഈ പരിശോധന നടത്തുന്നത്. അവിടെ നടത്തുന്ന പരിശോധനകളിൽ എന്തെങ്കിലും ഇന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. സ്വാതന്ത്ര്യദിനത്തിന് ഇവിടെ ഈ ഒരു വലിയ ദുരന്തത്തിന്റെ ആഘാതം, അതിന്റെ ദുഃഖം, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പരേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും AK ശശീന്ദ്രൻ പതാക ഉയർത്തുന്നുണ്ട്. മന്ത്രിമാരുടെ ഉപസമിതി ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ക്ഷമിക്കണം, OR കേളുമാണ് ഇവിടെ പതാക ഉയർത്തുന്നത്. അങ്ങനെ ഈ ഒരു ദുഃഖത്തെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഇനി തുടർ നടപടികളാണ് ഇനി ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരി, സ്മിത. ചൂരൽമലയിൽ നിന്ന് തനേഷ് തമ്പി വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് വിലങ്ങാടും സമീപ പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ ബാധിച്ച കെട്ടിടങ്ങളിൽ പരിശോധന നടത്താൻ 4 വിദഗ്ധ സംഘങ്ങളെ നിയോഗിച്ച് ജില്ലാ കളക്ടർ. ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെ ഓരോ കെട്ടിടവും ഇന്നു മുതൽ പരിശോധിക്കും. നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാൻ നാളെ ക്യാമ്പ് സംഘടിപ്പിക്കും. ജില്ലാ കളക്ടർ നിയോഗിച്ച പ്രത്യേക സംഘം തറയുടെ ഉറപ്പ്, ചുമരിന്റെ ബലം, മേൽക്കൂര എന്നിവ പരിശോധിച്ച് കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിക്കും. ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന ഉരുളൻ കല്ലുകളും ചെളിയും മണ്ണും ചേർന്നടിഞ്ഞ അവശിഷ്ടം കെട്ടിടങ്ങൾക്ക് ഭീഷണിയാണോ എന്നതും പരിശോധിക്കും. ഓരോ സംഘത്തിലും 6 പേർ വീതമാണുള്ളത്. ഇതിൽ ജിയോളജിസ്റ്റ്, ഗ്രാമപഞ്ചായത്ത് അംഗം, ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, വില്ലേജ് ഓഫീസർ, PWD ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്നു. ഓഗസ്റ്റ് 19-നകം പരിശോധന പൂർത്തിയാക്കി സംഘങ്ങൾ വടകര RDOയ്ക്ക് റിപ്പോർട്ട് നൽകും. ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ പുനഃസൃഷ്ടിച്ചു നൽകാനുള്ള പ്രത്യേക അദാലത്ത് നാളെ വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ നടക്കും. രാവിലെ 10-ന് ആരംഭിക്കുന്ന അദാലത്തിൽ
വിവിധ വകുപ്പുകളുടെ 12-ലേറെ കൗണ്ടറുകൾ പ്രവർത്തിക്കും. ഇന്നു മുതൽ ഉരുട്ടിപ്പാലം വഴി ബസ്സുകൾ കടത്തിവിടും. ഇതോടെ ഉരുൾപൊട്ടലുണ്ടായി 16 ദിവസത്തിന് ശേഷം ബസ്സുകൾ വിലങ്ങാടെത്തി തുടങ്ങും. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ പുനരാരംഭിക്കും. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ട്രക്കിൽ മരത്തടികൾ ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ച കയറുകളുടെ ഒരു ഭാഗം കേന്ദ്രീകരിച്ചാകും നാളത്തെ തിരച്ചിൽ. കയറും ലോഹഭാഗങ്ങളും കണ്ടെത്തിയ 20 മീറ്റർ ചുറ്റളവുള്ള സ്പോട്ട് നാവികസേന മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗോവയിൽ നിന്ന് തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പുഴയിൽ മാർക്ക് ചെയ്ത ഭാഗത്തെ മണ്ണും കല്ലുകളും നീക്കം ചെയ്തില്ലെങ്കിൽ തിരച്ചിൽ ദുഷ്കരമാകുമെന്ന് ദൗത്യസംഘം അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. 2 ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴിയും റായലസീമ മുതൽ കോമറിൻ മേഖല വരെയുള്ള ന്യൂനമർദ്ദപാത്തിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ. തുടർച്ചയായി മഴ ലഭിച്ച പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം എന്നാണ് നിർദ്ദേശം. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം അക്രമാസക്തമായി. ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗം ആൾക്കൂട്ടം അടിച്ചു തകർത്തു. പ്രതിഷേധവുമായി ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവിലിറങ്ങി. കേസിൽ CBI അന്വേഷണം തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ കേസ് CBI ഏറ്റെടുത്തതോടെ ഡോക്ടേഴ്സിന്റെ ഒരു പ്രതിഷേധം അത് അവർ അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ജനകീയ പ്രതിഷേധം, ആ രീതിയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്? സ്മിത, നിലവിൽ ഈ വിഷയം ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് സംഭവത്തിനെതിരെ. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുംതോറും നേരത്തെ ഡോക്ടർമാർ ആരംഭിച്ചിരുന്ന പ്രതിഷേധം പിന്നീട് മറ്റ് മേഖലകളിലേക്ക് കൂടി പടരുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ തെരുവുകൾ വീണ്ടെടുക്കൂ എന്ന പേരിൽ ഒരു പൊതുജനങ്ങളുടെ പ്രതിഷേധ പരിപാടി നടന്നത്. സ്ത്രീകളുടെ വലിയ പങ്കാളിത്തത്തോടെ അർദ്ധരാത്രി വരെ തെരുവുകളിൽ തുടരുന്ന പ്രതിഷേധ പരിപാടിക്ക് തൊട്ടു പിന്നാലെയാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിന് നേരെ ആക്രമണം ഉണ്ടായത്. കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിലെത്തിയ ആൾക്കൂട്ടം ഈ സാധന സാമഗ്രികൾ തല്ലി തകർക്കുകയായിരുന്നു. തുടർന്ന് പോലീസിന് നേരെ കല്ലേറും ഉണ്ടായി. എന്തായാലും പോലീസ് ഈ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളാണ് എന്നാണ് BJP ഉന്നയിക്കുന്ന ആരോപണം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി കായിക വാർത്തകളിലേക്ക്. സ്പാനിഷ് ലീഗ് ഫുട്ബോളിന്റെ പുതിയ സീസണ് ഇന്ന് തുടക്കം. രാത്രി 10:30 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ അത്ലറ്റിക് ക്ലബിന്റെ എതിരാളികൾ ഗെറ്റാഫെയാണ്. രാത്രി 1 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ജിറോണ റിയൽ ബെറ്റിസിനെ നേരിടും. ബാഴ്സലോണയുടെ ആദ്യ മത്സരം 17-നും റയലിന്റെ ആദ്യ മത്സരം 18-ാം തീയതിയുമാണ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ആശങ്കകളും ഭീതിയും മാറ്റാൻ മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ മുന്നിട്ടിറങ്ങണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കിംസ് ആശുപത്രി ചെയർമാൻ ഡോക്ടർ MI സഹദുള്ളയും ക്ലിനിക്കൽ വൈറോളജിസ്റ്റ് ഡോക്ടർ സൈന ഉദ്മാനും ചേർന്നെഴുതിയ വേൾഡ് ഓഫ് വാക്സിനോളജി എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. കിംസ് ആശുപത്രിയുടെ HVP വാക്സിൻ വിതരണവും ഗവർണർ ഉദ്ഘാടനം ചെയ്തു. സെർവിക്കൽ ക്യാൻസർ തടയുന്നതിനുള്ള HVP വാക്സിൻ 15 മുതൽ 24 വരെ വയസ്സുള്ള പെൺകുട്ടികൾക്ക് 1 വർഷത്തേക്ക് സൗജന്യമായി നൽകുമെന്ന് ഡോക്ടർ MI സഹദുള്ള അറിയിച്ചു. വാക്സിൻ്റെ ഇപ്പോൾ പുതിയ നമ്മുടെ ഡെവലപ്മെൻറ്റ്, വേൾഡ് ഓവറുള്ള ഡെവലപ്മെൻറ്റും ഇന്ത്യ അതിന് എത്രത്തോളം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാര്യങ്ങളുമാണ്. അതേപോലെ തന്നെ വല്ല കോൺട്രവേഴ്സിയും ആവശ്യമില്ലാതെ ഈ വാക്സിനിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം പല ആളുകളും പലപ്പോഴും ഈ വാക്സിൻ എടുക്കാൻ മടിക്കാറുണ്ട്. കുട്ടികൾ വാക്സിൻ തന്നെ കോൺട്രവേഴ്സിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അഡൾട്ട്സിൻ്റെ വാക്സിൻ വരുമ്പോൾ ആരും എടുക്കാറില്ല. അപ്പോൾ അഡൾട്ട് വാക്സിനേഷനെ പറ്റി ഒരു നല്ല അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കൂടെയാണ് ഈ ബുക്കിൻ്റെ കൂടെ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി. തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ 5 അംഗ സംഘമെന്ന് പോലീസ്. തിരുനെൽവേലി സ്വദേശിയെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യും.
തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഒരു വാഹനം ഇന്നലെ തിരുവനന്തപുരം പരുത്തിക്കുഴിയിൽ കണ്ടെത്തിയിരുന്നു. ഇത് വെള്ളായണി സ്വദേശി വാടകയ്ക്ക് നൽകിയ വാഹനമാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ യുവാവുമായി മറ്റൊരു വാഹനത്തിൽ കടന്നു എന്നാണ് നിഗമനം. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ ഈ വാഹനത്തിന്റെ വിശദാംശങ്ങളും വാഹനം സഞ്ചരിച്ച ദിശയും മനസ്സിലാക്കിയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ.